ഹലോ സ്റ്റുഡൻസ്, നമുക്ക് മെട്രിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടെ കാര്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 7 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമാണ് വരാറുള്ളത്. ഒന്ന് ക്രാമേഴ്സ് റൂളും വരും, പിന്നെ ഒരെണ്ണം വരുന്നത് എന്തായിരിക്കും, ഇൻവേഴ്സ് മെത്തേഡും ആയിരിക്കും. സോ നമുക്ക് ആദ്യം ക്രാമേഴ്സ് റൂൾ നോക്കാം. ക്രാമേഴ്സ് റൂളിൽ നമുക്ക് എപ്പോഴും 3 ഇക്വേഷൻസ് തരും. 3 ഇക്വേഷൻസ് തന്നിട്ട് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കാണണം. സോ നമ്മൾ ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് 4 ഡിറ്റർമിനൻറ്റ്സ് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് 4 വരിക? എ വേണം, A1 വേണം, A2 വേണം, A3 വേണം. A3 ഇവിടെ തൊട്ട് താഴെയായിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്ന് എങ്ങനെ കാണുക നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എ ആണ്. എ കാണുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക, അത് ആദ്യത്തെ എലമെൻറ്റ് വരും. വൈൻ്റെ കോഎഫിഷ്യൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ്, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് മൂന്നാമത്തെ എലമെൻറ്റ്. ദാറ്റ് ഈസ് A1, B1, C1. ഇനി അടുത്ത ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് A2, വൈൻ്റെ B2, സെഡിൻ്റെത് C2. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. അടുത്ത A3, B3, C3. എക്സിൻ്റെ കോഎഫിഷ്യൻ, വൈൻ്റെ കോഎഫിഷ്യൻ, സെഡിൻ്റെ കോഎഫിഷ്യൻ. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. ഇനി എ കിട്ടിയാൽ A1 എഴുതാൻ സിമ്പിളാണ്. എയിലുള്ള ഇപ്പോൾ 1 അല്ലേ, ഒന്നാമത്തെ കോളത്തിൽ ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള കോൺസ്റ്റൻസ് എഴുതാം. D1, D2, D3. ബാക്കിയുള്ളതിനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. ഇനി A2 ആകുമ്പോൾ രണ്ടാമത്തെ കോളത്തിനെ മാറ്റി അവിടെ എന്ത് എഴുതുക? ഇവിടെ B1, B2, B3 ആണ്, അതിന് പകരം D1, D2, D3 എഴുതും. A3 ആകുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരിക? മൂന്നാമത്തെ കോളത്തിൽ D1, D2, D3 വരും. ഇനി ഇങ്ങനെ എയും A1ഉം A2ഉം A3യും കണ്ടാൽ എൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിക്കും, A1ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും, A2ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും, A3ൻ്റെ ഡിറ്റർമിനൻറ്റും കാണും. ദെൻ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ആണ്. എക്സ് ഈക്വൽ ടു ഫോർമുല എന്താണ്? ഡിറ്റർമിനൻറ്റ് A1/A, y ഡിറ്റർമിനൻറ്റ് A2/A, z ഡിറ്റർമിനൻറ്റ് A3/ഡിറ്റർമിനൻറ്റ് A. സോ ഇതാണ് ഫോർമുലാസ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും കേട്ടോ എക്സാമിന് വരിക. സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ബൈ യൂസിങ് ക്രാമേഴ്സ് റൂൾ. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ ഇക്വേഷൻസ് നോക്കി, ഇതൊക്കെയാണ് x + y + z = 3, 2x + 3y + z = 6, x - y - z = -3. അപ്പോൾ ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം? എ കാണണം. എ എന്താ വരിക? ഇവിടെ നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1, വൈൻ്റെ 1, സെഡിൻ്റെ 1. അപ്പോൾ 1, 1, 1. ഇവിടെ നോക്കുക, സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് 2, വൈൻ്റെ 3, സെഡിൻ്റെ 1, 2, 3, 1. അടുത്ത ഇക്വേഷനിൽ എക്സിൻ്റെത് 1, വൈൻ്റെത് -1, സെഡിൻ്റെത് -1. സോ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ഇനി എ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? എൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മളെ കോൺസ്റ്റൻസ് ഇവിടെ ആരൊക്കെയാണ്? 3, 6, -3. ഈ 3, 6, -3 ഓരോ കോളത്തിലും മാറ്റി മാറ്റി ഇട്ടാൽ നമുക്ക് ആരൊക്കെ കിട്ടും? A1, A2, A3 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിച്ച് വയ്ക്കാം? എ കണ്ടു. എ കണ്ടാൽ എൻ്റെ ഡിറ്റർമിനൻ്റാണ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, എൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ വരും? 1 × 1 ഉള്ള റോയും കോളും കളയാൻ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. 3 × -1 -3 മൈനസ്, ഇവിടെയൊക്കെ സ്റ്റെപ്സ് കുറവാണ് കേട്ടോ, അത് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. നിങ്ങൾ മാക്സിമം സ്റ്റെപ്പ് എടുത്ത് തന്നെ ചെയ്യാം. 3 × -1 -3 മൈനസ് -1 × 1 -1. അപ്പോൾ അവിടെ -3 -1 എന്നാണ് വരിക. 1 × -3 -1. ഈ മൈനസ് ആണ് ഇവിടെ പ്ലസ് എഴുതിയത്. രണ്ടാമത്തെ എലമെൻറ്റിന് എടുക്കുമ്പോൾ എപ്പോഴും എന്തെടുക്കുക? രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ -1 എടുക്കുക. സോ -1 × -1 ഉള്ള അതിൻ്റെ തൊട്ട് താഴത്തെ എലമെൻറ്റ്സ് കളയും. ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ 2 × -1 -2 മൈനസ് 1 × 1 1. സോ -2 -1 പ്ലസ് 1 × ഇതാണ് 1 × 1 ഉള്ള റോയും കോളും കളയാം. ബാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ? 2, 3, 1 -1. 2 × -1 -2 മൈനസ് 1 × 3 -3. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 1 × -3 + 1 ഈസ് -2, -1 × -2 -1 ഈസ് -2, സോറി -3 പ്ലസ് 1 × -2 -3 ഈസ് -5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 × -2 ഈസ് -2, -1 × -3 ഈസ് മൈനസ് പ്ലസ് ആവും. 1 × 3 3 -5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അങ്ങ് ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഡിറ്റർമിനൻ്റ് കണ്ടാൽ ഇനി അടുത്ത് A1 വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരിക?
ഇവിടെ 1 to 1 പകരം നമ്മുടെ 3 6 - 3 വരും. ബാക്കിയുള്ളതിനൊന്നും ചേഞ്ച് വരില്ല. സോ A1 ഇതാ, ഇതിന് പകരം ഫസ്റ്റ് കോളത്തിൽ 3 6 - 3. ഇനി A1ൻ്റെ ഡിറ്റർമിനൻറ്റും കാണാം. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടിയത്? 0. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ A2 ആണ്. A2 പറയുമ്പോൾ ഇവിടെ 3 6 - 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -6. ആൻഡ് A3 പറയുമ്പോൾ ഏത് റോല മാറ്റം വരിക? A1 0, A2 ഇവിടെ A3 ആകുമ്പോൾ തേർഡ് കോളത്തിൽ. A3 ചെയ്യുമ്പോൾ -6, A2 -6, A1 0. A എന്ന് പറഞ്ഞത് കിട്ടിയത് നമുക്ക് A = ഡിറ്റർമിനൻ്റ് A കിട്ടിയത് -4. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ്. സോ ഇനി എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഡിറ്റർമിനൻറ്റ് A1 ഡിറ്റർമിനൻറ്റ് A ചെയ്യുമ്പോൾ A1ൻ്റെ വാല്യൂ കിട്ടിയത് 0 -4 0. A2 A പറയുമ്പോൾ -6 -4. 6/4 എന്ന് എഴുതിയാലും മതി. സിംപ്ലിഫൈ ചെയ്ത് 3/2 എഴുതണമെന്നൊന്നുമില്ല. അടുത്ത A3 ചെയ്യുമ്പോൾ -6 -4, അതും 3/2. ഓക്കെ, ഇങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ. സിമ്പിളാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. 4 ഡിറ്റർമിനൻറ്റ് കാണുക, കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യുക, എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 7 മാർക്കിന് എന്തായിരിക്കും ചോദിക്കുക? മെട്രിക്സ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻവേഴ്സ് മെത്തേഡ് എന്നൊക്കെ. ഇൻവേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ് എന്നൊക്കെ പറയുന്നതാണ് അടുത്ത മെത്തേഡ്. ഓക്കെ, പിന്നെ ക്രാമേഴ്സ് റൂളിനെ മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് എന്നും ചോദിക്കാം. സോ അങ്ങനെ വന്നാലും കൺഫ്യൂസ്ഡ് ആവരുത്. ക്രാമേഴ്സ് റൂളിനെ പറയുന്ന വേറൊരു പേരാണ് ഡിറ്റർമിനൻറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് മെത്തേഡ് നോക്കാം. നമുക്ക് 2 ഇക്വേഷനേ ഉണ്ടായിരിക്കുള്ളൂ. എക്സിൻ്റെയും വൈൻ്റെയും അൺനോൺസ് ആണ് കാണേണ്ടത്. സോ നമുക്ക് ആദ്യം പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ഫൈൻഡിങ് ദി ഇൻവേഴ്സ് ഓഫ് ദി കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. സോ ഇൻവേഴ്സ് ഓഫ് ദി കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് കണ്ടാൽ തന്നെ ഓർത്ത് വയ്ക്കാതെ ഇൻവേഴ്സ് മെത്തേഡ് ആയിരിക്കും. ഇപ്പോൾ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. നോക്കി, x - y = 4, 2x + y = 0. സോ ഇങ്ങനെ വന്നാൽ ഇതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? മെട്രിക്സ് ഫോമിക്ക് മാറ്റണം. അപ്പോൾ മെട്രിക്സ് ഫോമിക്ക് മാറ്റുക പറഞ്ഞാൽ AX = B എന്നോ അല്ലെങ്കിൽ D എന്നോ എന്തായാലും കുഴപ്പമില്ല, ആ ഫോമിക്ക് മാറ്റണം. A എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇതവിടെ A എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, വൈൻ്റെ കോഎഫിഷ്യൻറ്റ്. എക്സിൻ്റെ ഇവിടെ എന്താണ്? 1, വൈൻ്റെ -1. 1 - 1 2 1 2 1 ഇൻറ്റു എക്സ് പറഞ്ഞാൽ ഈ XY എല്ലാത്തിലും ഇതാണ്. D എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻസ് 4 0. സോ എയും എക്സും ഡിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഡി എന്ന് പറയുന്നത് എക്സ് പറഞ്ഞാൽ എപ്പോഴും XY ആയിരിക്കും. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കോൺസ്റ്റൻസ് ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണെങ്കിൽ എ എന്ന് പറയും. ഇനി എക്സ് കാണാനുള്ള ഫോർമുലയാണ് A ഇൻവേഴ്സ് ഇൻറ്റു ഡി. അതായത് നമ്മൾ ആരുടെ ഇൻവേഴ്സ് കാണണം? ഈ തന്ന എൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 3 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ ഇൻവേഴ്സ് കാണാനുള്ളത്. സോ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? A ഇൻവേഴ്സ് = 1 ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു H. A ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല ആയിരുന്നു A ഇൻവേഴ്സ് = 1 ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു H. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? ഡിറ്റർമിനൻറ്റ് A എങ്ങനെ കാണുക? ഇതിന് കാണുമ്പോൾ 1 × 1 - 2 × -1. 1 × 1 - 2 × -1. That is 1 - plus 2 × 1 2. 1 + 2 3. സോ അവിടെ ഡിറ്റർമിനൻറ്റ് A എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് എന്ത് വേണം? H വേണം. H എങ്ങനെ കാണുക? H കാണാൻ ഇപ്പോൾ ഇതാണ് A എങ്കിൽ H കാണാൻ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ 4ാമത്തെ എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ഫസ്റ്റും ഫോർത്തും തമ്മിൽ
ചേഞ്ച് ചെയ്യാം. ഫസ്റ്റും ഫോർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇവിടെ രണ്ടും 1 ആണ്. സോ 1ഉം 1ഉം മാറ്റി എഴുതുമ്പോൾ 1 തന്നെ. രണ്ടാമത്തെയും മൂന്നാമത്തെയും എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാം. സെക്കൻഡും തേർഡും എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. അപ്പോൾ -1 ആണ്, അതിന് പകരം +1 എഴുതും. +2ന് പകരം -2 എഴുതും. സോ ഇതായിരിക്കും നമ്മുടെ അച്ച്. സോ അവിടെ അച്ച് എന്ത് കിട്ടി, 1 -1 എന്താവും, 1 ആവും. 2 എന്താവും, -2 ആവും. സോ ആദ്യത്തെ നാലാമത്തെ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ 1 1 -2 1. സോ ഇത്രയായാൽ നമുക്ക് എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് ഈസ് 1/det ഇൻറ്റു അച്ച്. ദാറ്റ് ഈസ് 1/det, ദാറ്റ് ഈസ് 3. 1/3 ഇൻറ്റു അച്ച്. ഇനി എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്, എ ഇൻവേഴ്സ് ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് മെട്രിക്സിന് പറയുന്ന പേരാണ് ഡി. സോ എ ഇൻവേഴ്സ് ഇൻറ്റു ഡി, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 1 1 -2 1 ഇൻറ്റു ഡി ഈസ് 4 0. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 എപ്പോഴും പുറത്ത് വയ്ക്കുക. റോ ഇൻറ്റു കോളം. 1 × 4 + 1 × 0. അടുത്ത് -2 × 4 + 1 × 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/3 × 4 -8. ഇനി /3 ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ 4/3 -8/3. സോ എക്സിൻ്റെ വാല്യൂ 4/3 ആവും, വൈൻ്റെ വാല്യൂ -8/3 ആവും. സോ ഇതാണ് എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ, ചെയ്ത് പഠിക്കുക മാക്സിമം. ഒരു 18 മാർക്ക് അല്ലെങ്കിൽ ഒരു 15 മാർക്കോളം നിങ്ങൾക്ക് മെട്രിക്സ് എന്ന് മാത്രമായിട്ട് കിട്ടും. വേറൊരു മൊഡ്യൂളും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 30 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ.